നമസ്കാരം. ഇന്ന് കർക്കിടകം 29. രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുന്നേ ആയിട്ട് രഹസ്യമായിട്ടൊരു ഹോമം നടത്താൻ നിശ്ചയിക്കുകയാണ്. അങ്ങനെ ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത് രാവണൻ രഹസ്യമായിട്ട് ഹോമം ആരംഭിക്കുന്നു. അങ്ങനെ ഹോമകുണ്ടത്തിൽ നിന്നും വമിക്കുന്ന പുകപടലം കണ്ട് വിഭീഷണനെ കാര്യം മനസ്സിലാക്കുകയും വിഭീഷണൻ ശ്രീരാമദേവനോട് രാവണൻ യാഗം നടത്തുന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീരാമദേവന്റെ ആജ്ഞയോട് കൂടി ലക്ഷ്മണകുമാരനും സുഗ്രീവനും ഹനുമാനും മറ്റു വാനരപ്പടയും രാവണന്റെ ഹോമം മുടക്കുവാനായിട്ട് യാത്രയായി. അങ്ങനെ അവർ രാവണൻ ഹോമം ചെയ്യുന്ന നിഗൂഢമായ സ്ഥലത്തെത്തി. അവർ പല മാർഗങ്ങളും പ്രയോഗിച്ചിട്ടും രാവണന്റെ ഹോമത്തിന് വിഘ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ അവസാനം വാനരപ്പട മണ്ഡോദരിയെ വിളിച്ചുകൊണ്ട് വരികയും മണ്ഡോദരിയുടെ മുടി കെട്ടി പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് മണ്ഡോദരി അവിടെ കിടന്ന് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മണ്ഡോദരിയുടെ ആ നിലവിളി കേട്ട് രാവണൻ ആ ഹോമസ്ഥലത്ത് നിന്നും എണീക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രാവണന്റെ ഹോമം മുടങ്ങുകയാണ്. തൻ്റെ ഹോമം മുടങ്ങിയ ദേഷ്യത്തിൽ രാവണൻ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവണ യുദ്ധം ആരംഭിക്കുകയാണ്. രാവണൻ തൻ്റെ സർവ്വവിധ സൈന്യാംഗങ്ങളോടൊപ്പം യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. രാവണന്റെ സൈന്യം വരുന്നത് കണ്ട വാനരപ്പട പേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരാമദേവനും രാവണൻ യുദ്ധം ആരംഭിക്കുകയാണ്. ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിനിടയിൽ രാവണൻ വിഭീഷണനെ കൊല്ലുവാനായിട്ട് ഒരു കുന്തം എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ വിഭീഷണനെ രക്ഷിക്കുവാനായിട്ട് ലക്ഷ്മണൻ ഇടയ്ക്ക് കയറുകയും ലക്ഷ്മണകുമാരന്റെ ദേഹത്തിട്ട് ആ കുന്തമുന തറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തൽക്ഷണം തന്നെ ലക്ഷ്മണകുമാരൻ മോഹാലസ്യപ്പെട്ട് വീഴുന്നുണ്ട്. അങ്ങനെ ജാമ്പുവാന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ വീണ്ടും ദ്രോണഗിരി ലക്ഷ്യമാക്കി പോയി ദ്രോണഗിരി പർവ്വതനിര വീണ്ടും യുദ്ധകളത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ നിന്നും വിശല്യകരണി എന്ന് പറയുന്ന ഔഷധമെടുത്ത് ജാമ്പുവാനും സുശേഷനും ലക്ഷ്മണസ്വാമിയുടെ ജീവൻ രക്ഷിക്കുകയാണ്. വീണ്ടും ഹനുമാൻ ആ ദ്രോണഗിരിയെ യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുന്നു. രാവണൻ തൻ്റെ രഥത്തെ ആകാശമാർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ രാവണൻ ആകാശത്തു നിന്നും രാമദേവൻ ഭൂമിയിൽ നിന്നുമാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട ഇന്ദ്രദേവൻ മാധുരി, അത് ഇന്ദ്രദേവന്റെ രഥത്തിന്റെ തേരാളിയാണ്, മാധുരിയെ വിളിച്ച് തൻ്റെ രഥം ആ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുവന്ന് രാമദേവനെ സഹായിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാധുരി ഇന്ദ്രദേവന്റെ രഥവുമായിട്ട് യുദ്ധകളത്തിലെത്തുകയും ശ്രീരാമദേവനോട് കാര്യം ഉണർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രീരാമദേവൻ ഇന്ദ്രദേവന്റെ രഥത്തിലേറി രാവണനോട് നേർക്ക് നിന്ന് ആകാശമാർഗ്ഗെ തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ യുദ്ധം 7 നാൾ നീണ്ടു നിൽക്കുകയാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനൊടുവിലും ആർക്കും ജയമോ പരാജയമോ ഒന്നും ഉണ്ടാവുന്നില്ല. ആ സമയം അഗസ്ത്യമുനി ആകാശമാർഗ്ഗെ വന്ന് ശ്രീരാമദേവന്റെ രഥത്തിലേറുകയും ശ്രീരാമദേവനോട് ആദിത്യ ഹൃദയം ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് അഗസ്ത്യമുനി ദേവലോകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ശ്രീരാമദേവൻ അഗസ്ത്യമുനി സമ്മാനിച്ച ബ്രഹ്മാസ്ത്രം എടുക്കുകയും രാവണന് നേരെ ആ ബ്രഹ്മാസ്ത്രം തൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രം രാവണന്റെ നെഞ്ചിലേക്ക് തറച്ചു കയറുകയാണ്. ഉടനെ തന്നെ രാവണൻ ഒരു വലിയ മരം ഭൂമിയിലേക്ക് വീഴുന്ന പോലെ തന്നെ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വീഴുകയാണ്. അങ്ങനെ അവസാനം ശ്രീരാമദേവന്റെ കൈകളാൽ രാക്ഷസ രാജാവായ രാവണന് മോക്ഷം സംഭവിക്കുകയാണ്. ദേവന്മാരും അപ്സര സ്ത്രീകളും യക്ഷ കിന്നര ഗന്ധർവന്മാരും എല്ലാവരും ആകാശമാർഗ്ഗെ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുന്നുണ്ട്. തൻ്റെ സഹോദരൻ മരിച്ചതറിഞ്ഞ് വിഭീഷണൻ രാവണന്റെ അടുത്ത് നിന്ന് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രീരാമദേവൻ വിഭീഷണന്റെ അടുത്തെത്തി വിഭീഷണനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീരാമദേവന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ആചാര്യമര്യാദകളോടുകൂടി ചന്ദനത്തടിയിൽ വെച്ച് തന്നെ രാവണന്റെ ശരീരം ദഹിപ്പിക്കുകയാണ്. ശേഷം ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണകുമാരനും ബാക്കി വാനരസേനയും ലങ്കാനഗരിയിലേക്ക് പോയി വിഭീഷണന്റെ രാജ്യാഭിഷേകം നടത്തുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ കഥാസാരം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമസ്കാരം.